മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ജനയിതാവ് ധന്യൻ ആർച്ച് ബിഷപ്പ് ഗീവർഗീസ് മാർ ഇവാനിയോസ് മലങ്കര സഭയിൽ ആരംഭിച്ച ബദനി സന്യാസിനി സമൂഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തിരുവല്ലയിൽ പ്രൗഢഗംഭീരമായ തുടക്കം. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവയുടെയും ബിഷപ്പുമാരുടെയും കാർമ്മികത്വത്തിൽ തിരുവല്ല സെന്റ് ജോൺസ് കത്തീഡ്രലിൽ സമൂഹബലിയോടെയായിരുന്നു ശതാബ്ദി ആഘോഷങ്ങൾ ആരംഭിച്ചത്. വിശുദ്ധ കുർബാന മധ്യേ നിയുക്ത ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ വചന സന്ദേശം നൽകി. മാർ ഇവാനിയോസ് പിതാവ് അദ്ദേഹത്തിൻ്റെ സന്യാസ ചൈതന്യത്തിൽ നിന്ന് രൂപം കൊടുത്ത സന്യാസിനി സമൂഹമാണല്ലോ ഈ ബഥനി സന്യാസിനി സമൂഹം. ഏത് സഭയുടെയും അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ടത് സന്യാസമാണ്. ആ ഒരു വലിയ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശതാബ്ദി ഉദ്ഘാടന സമ്മേളനത്തിൽ ബദനി സന്യാസിനി സമൂഹം മദർ ജനറലും കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ് പ്രസിഡന്റുമായ മദർ ഡോക്ടർ ആർദ്ര SIC അധ്യക്ഷത വഹിച്ചു. മധുരവും കൈപ്പുരസവും ഇടകലർന്ന ജീവിത അനുഭവങ്ങളുടെ അങ്ങനെ ഒത്തിരി ഓർമ്മകളുടെ ആഘോഷമാണ് ബഥനി സന്യാസിനികളുടെ ഈ ശതാബ്ദി ആഘോഷം. കർദിനാൾ മാർ ക്ലീമിസ് ബാവ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നിന്റെ ആത്മാവിനെ കുറിച്ച് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന 2 ഭാഗമുണ്ടല്ലോ. ലോകം മുഴുവൻ നേടിയ നീയും ആത്മാവ് നഷ്ടമാക്കിയ നീയും തമ്മിൽ എവിടെ കണ്ടുമുട്ടും? ഏതിനാണ് നീ പ്രാധാന്യം കൊടുക്കുക? മലങ്കര സഭയ്ക്ക് ഇത് പറിച്ചു നൽകിയ ഒരു ധന്യൻ, നമ്മുടെ ജീവിതത്തെ പുനഃപരിശോധിക്കാൻ ദൈവസമക്ഷം പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ സമർപ്പണം ഈ മേഖലയിൽ നമ്മെ കൂടുതൽ ബലപ്പെടുത്തട്ടെ. ചെങ്ങരൂർ സെന്റ് തെരേസാസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനികളുടെ പ്രാർത്ഥനാ നൃത്തവും 100 സിസ്റ്റേഴ്സ് അടങ്ങുന്ന ഗായക സംഘത്തിന്റെ ശതാബ്ദി ഗാനവും ആഘോഷങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടി. തിരുവല്ല ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കുറിലോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനം പുനലൂർ ബിഷപ്പ് സെൽവിസ്റ്റർ പൊന്നുമുത്തൻ നിർവഹിച്ചു. പുസ്തക പ്രകാശനം മൂവാറ്റുപുഴ ബിഷപ്പ് ഡോക്ടർ യുഹാനോൻ മാർ തിയോഡേഷ്യസ് എമിറിറ്റസ് ബിഷപ്പ് ഡോക്ടർ എബ്രഹാം മാർ യൂലിയോസിന് നൽകി നിർവഹിച്ചു. ലോഗോ പ്രകാശനവും നടന്നു. മാവേലിക്കര ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ്, ബദനി സന്യാസി സമൂഹം സുപ്പീരിയർ ജനറൽ റവറൻ ഡോക്ടർ ഗീവർഗീസ് കുറ്റിയിൽ OIC, ആൻഡോ ആന്റണി MP, ജേക്കബ് പുന്നൂസ് IPS, സിസ്റ്റർ തെരേസ് വേഗത്താനം DM, മലങ്കര കാത്തോലിക് അസോസിയേഷൻ സഭാതല സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം M പട്യാനി, തിരുവല്ല പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ ജോബ്സി SIC, മൂവാറ്റുപുഴ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ ജോസ്ന SIC തുടങ്ങിയവർ പ്രസംഗിച്ചു. പത്തനംതിട്ട ബിഷപ്പ് ഡോക്ടർ സാമുവൽ മാർ ഐറേനിയൂസ്, ബിഷപ്പ് എമിറിറ്റസ് യുഹാനോൻ മാർ ക്രിസ്റ്റോസ്റ്റം, കൂരിയ ബിഷപ്പ് ഡോക്ടർ ആന്റണി മാർ സിൽവാനോസ്, തിരുവനന്തപുരം സഹായ മെത്രാൻ ഡോക്ടർ മാത്യൂസ് മാർ പോളികാർപ്പസ് എന്നിവരും വൈദികരും സന്യസ്തരും 100 കണക്കിന് വിശ്വാസികളും ശതാബ്ദി ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. 1925 സെപ്റ്റംബർ 21 ആരംഭിച്ച ബദനി സന്യാസി സമൂഹത്തിന് 1956 പൊന്തിഫിക്കൽ പദവി ലഭിച്ചു. മിശിഹാനുകരണം, സഭയുടെ നവീകരണം, പുനരൈക്യം, ഭാരത സുവിശേഷവൽക്കരണം, സ്ത്രീ ജനോദ്ധാരണം എന്നിവയ്ക്കായി തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ബദനിക്ക് തിരുവല്ല, തിരുവനന്തപുരം, ബത്തേരി, പത്തനംതിട്ട, മൂവാറ്റുപുഴ എന്നീ 5 പ്രൊവിൻസുകളാണുള്ളത്. കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശത്തുമായി ആതുരസേവനം, വിദ്യാഭ്യാസം, സാമൂഹിക സേവനം, അനാഥ സംരക്ഷണം, മിഷൻ പ്രവർത്തനം തുടങ്ങിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന 940 സിസ്റ്റേഴ്സ്, 169 മഠങ്ങൾ, 88 സ്കൂളുകൾ, 23 ബോർഡിങ്ങുകൾ, 23 ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ, 2 കൗൺസിലിംഗ് സെന്ററുകൾ, 3 മുദ്രണാലയങ്ങൾ എന്നിവയുമുണ്ട്. കോട്ടയം കളത്തിപ്പടിയിലാണ് ബദനി സന്യാസിനി സമൂഹം ജനറലേറ്റ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി പരിപാടികളുടെ സമാപനം 2025 ജൂലൈയിൽ തിരുവനന്തപുരം നാലാഞ്ചിറ പ്രൊവിൻസിൽ നടക്കും.